ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്, റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഇതിൻ്റെ 2 പാർട്സ് ഓഫ് ദ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതതിൻ്റെ 3rd പാർട്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ, ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഏത് ടെക്സ്റ്റ് വെച്ചാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് നോട്ട് വെച്ചാണോ പഠിക്കുന്നത്, അതുകൂടി എടുത്ത് ഞാൻ പറയുന്ന പോയിൻറ്റ്സുമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്കിന്ന് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 8 മാർക്കിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ് എ ആണ്, അപ്പോൾ നല്ല ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. 8 മാർക്കാണ്, അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കരുത്. നല്ല എളുപ്പമുള്ള ഒരു എസ് എ ആണ്, നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ടോപ്പിക് ഇതാണ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്. അതായത് നമ്മൾ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മെസൊപ്പൊട്ടേമിയക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് റൈറ്റിംഗ് എമർജ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ വികസിച്ച് വന്നതെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു എസ്സേയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയുന്നു, എല്ലാ സൊസൈറ്റീസിനും എന്തുണ്ട്, ഭാഷകളുണ്ട്. ഓക്കെ, ലാംഗ്വേജസ് ഉണ്ട്. ഏതൊരു സമുദായം നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാ ഭാഷകളുണ്ട് അല്ലേ. ഈ ഭാഷകളെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടേ, ചില സെർട്ടൺ സ്പോക്കൺ സൗണ്ട്സ് ഉണ്ട് അല്ലേ, വിച്ച് കൺവേ എന്താണ് സെർട്ടൺ മീനിങ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ഭാഷ, മലയാള ഭാഷ എടുക്കുന്നു, ഇതിനകത്ത് ചില പറഞ്ഞു വരുന്ന കുറേ ശൈലികളുണ്ട്. ഈ ശൈലികൾ അല്ലെങ്കിൽ ഈ പദപ്രയോഗങ്ങൾക്കൊക്കെ ചില മീനിങ്സ് ഉണ്ട്, അർത്ഥങ്ങളുമുണ്ട്. അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ എസ്സേയുടെ ഇൻട്രൊഡക്ഷനായിട്ട് ഓർമ്മിക്കാൻ പറ്റുമെന്നുള്ളവർ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഞാനിത് പറഞ്ഞു പോകുന്നു, ഇത് എഴുതിയാൽ അത്രയും നല്ലത്, കാരണം എസ്സേ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സൊസൈറ്റീസിനും എന്തുണ്ടെന്ന് പറഞ്ഞു, ചില ഭാഷകളുണ്ട്. ആ ഭാഷകളിലെ വാക്കുകൾക്ക് ചില അർത്ഥങ്ങളും അതിനകത്തുണ്ട്. സോ അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് നമ്മുടെ റൈറ്റിംഗ്, നമ്മുടെ എഴുത്ത് വിദ്യ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കൂ, നമ്മുടെ ഇത് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണേ. ദ ഫസ്റ്റ് മെസൊപ്പൊട്ടേമിയൻ ടാബ്ലറ്റ്സ് റിട്ടൺ അറൗണ്ട് 3200 BC കണ്ടെയ്ൻ പിക്ചർ ലൈക്ക് സൈൻസ് ആൻഡ് നമ്പേഴ്സ്. അതായത് നമ്മൾ ആദ്യകാലത്ത് മെസൊപ്പൊട്ടേമിയക്കാർ എഴുതിയിട്ടുള്ള എഴുത്ത് രീതികൾ, എവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഈ കാണുന്നില്ലേ സംഭവം, ഇത് അവരുടെ ഒരു കൈയെഴുത്ത് പ്രതിയാണ്. ഓക്കെ, അതായത് ഒരു എന്താ പറയുക, ഒരു ടാബ്ലറ്റാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് താഴോട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആദ്യമൊക്കെ ആയിട്ട് നമ്മുടെ മെസൊപ്പൊട്ടേമിയക്കാർ എഴുതിയിട്ടുള്ള ഈ ടാബ്ലറ്റുകൾ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു എന്നറിയാവോ, അതിനകത്ത് മൊത്തം ഇങ്ങനെയുള്ള സൈൻസും സിമ്പിൾസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സൈൻസ്, സിമ്പിൾസ് കണ്ടല്ലേ, ഇതാ എവിടെ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സൈൻസും സിമ്പിൾസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലായിട്ടും ഓക്സിൻ്റെയും ഫിഷിൻ്റെയും ബ്രെഡിൻ്റെയും ലോബ്സിൻ്റെയും, അതായത് നമ്മുടെ കാളയുടെയും മീനിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള സിമ്പിൾസുകളായിട്ടായിരുന്നു ഈ പറയുന്ന പോലെ അവരുടെ ടാബ്ലറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പറയുന്ന ഒരു വസ്തുതയുണ്ട്, എന്താണെന്നറിയാവോ, ഈ റൈറ്റിംഗ് എപ്പോഴാണ്, അതായത് ഈ എഴുത്തുവിദ്യ എന്നുള്ള ആശയം അവർക്ക് എപ്പോഴാണ് കിട്ടിയെന്ന് അറിയാവോ, അതായത് അവർ നടത്തുന്ന വ്യാപാരങ്ങളുടെ അല്ലെങ്കിൽ കൈമാറ്റങ്ങളുടെ ഒക്കെ റെക്കോർഡുകൾ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നവർക്ക് തോന്നിയ സമയത്താണ് അവർ എഴുതാൻ വേണ്ടി ആരംഭിച്ചത്. ഫോർ എക്സാമ്പിളല്ല, അല്ലാതെ തന്നെ പറയാണ്, നമ്മുടെ മെസൊപ്പൊട്ടേമിയക്കാരും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ആവശ്യമുള്ള പല സംഭവങ്ങളും പല സാധന സാമഗ്രികളും അവർ പല ദേശങ്ങളിൽ, പല ടൗൺസിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ അതിന് തെളിവായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതെ, അവർക്ക് റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ തന്നെ നമ്മൾ വസ്തുവോ എന്തെങ്കിലും മേടിക്കുകയാണെന്ന് വയ്ക്കുമോ, ഓക്കെ, അതായത് നമ്മൾ വസ്തു വിൽക്കുകയോ വാങ്ങുമോ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു, കുറച്ച് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് വേണ്ടി എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ടാണല്ലേ നമ്മൾ വാങ്ങുക അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഒരു തെളിവും ഇല്ലാതെ ആർക്കെങ്കിലും വസ്തു എഴുതി കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുമോ, ഇല്ല അല്ലേ. അതുപോലെ തന്നെയാണ് മെസൊപ്പൊട്ടേമിയക്കാരുടെ അവസ്ഥ. അവർക്കിങ്ങനെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം വന്നപ്പോഴാണ് അവർ എഴുത്തിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് അവർ റൈറ്റിംഗ് എന്ത് ചെയ്തത്, വികാസം പ്രാപിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാബ്ലറ്റുകളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് മെസൊപ്പൊട്ടേമിയക്കാരെ എഴുതിയിരുന്നത് ടാബ്ലറ്റുകളിലായിരുന്നു. ടാബ്ലറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലേ എന്ന് വെച്ചാൽ എന്താണ്, കളിമണ്ണ് അല്ലേ. അപ്പോൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ടാബ്ലറ്റുകളിലായിരുന്നു മെസൊപ്പൊട്ടേമിയക്കാരെ എഴുതിയത്. അതായത് ഈ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എളുപ്പം ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ സ്ലേറ്റ് ഓർത്താൽ മതി. നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ നഴ്സറി പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല സ്ലേറ്റ്, അതേ ആ ഒരു സ്ലേറ്റിൻ്റെ ആ ഒരു ആകൃതി നിങ്ങൾ മനസ്സിൽ കാണുക. അതല്ല സംഭവം, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയത് ഇതുപോലുള്ള ഫലകങ്ങളിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പിക്ചർ
കണ്ടില്ല, ഇതുപോലെയുള്ള ഫലകങ്ങളിലായിരുന്നു, ടാബ്ലറ്റുകളിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെന്താണെന്നറിയോ, ഒരു സ്ക്രൈബ് ഉണ്ട്. ഈ എഴുതുന്ന ആളിനെ പറയുന്ന പേരാണ് സ്ക്രൈബ്. നിങ്ങൾക്ക് അത് ഓർമ്മിക്കുക ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ വയ്യാത്ത കുട്ടികളുണ്ടാവില്ലേ, വയ്യാത്ത നമ്മുടെ ക്ലാസ്സിൽ ഈ വയ്യാത്ത കുട്ടികൾക്കൊക്കെ എക്സാം എഴുതുന്ന ആളെ പറയുന്ന പേരാണ് സ്ക്രൈബ്. അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ സ്ക്രൈബായിട്ടൊക്കെ പോയി എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് എവിടെയും മെസപ്പൊട്ടേമിയക്കാരിലും ഈ ഒരു ടാബ്ലറ്റിൽ എഴുതുന്ന ആളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? സ്ക്രൈബ് എന്ന് പറയുന്നത്. സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ സ്ക്രൈബ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നനഞ്ഞ അല്ലെങ്കിൽ നനവുള്ള ഈ ഒരു കളിമണ്ണ് എടുത്തിട്ട് അയാളുടെ കയ്യിൽ വെച്ചിട്ട് പരത്തി അതിനെ അയാളുടെ ഒരു കയ്യിൽ എന്താ പറയുക, കംഫർട്ടായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു സൈസ്, ഈ ഒരു രീതിയിലൊരു സൈസാക്കി എടുക്കും. ഇങ്ങനെ ഒരു പേപ്പറിനെ പോലെ അല്ലെങ്കിൽ സ്ലേറ്റിനെ പോലെ ഒരു സൈസാക്കി അയാൾ എടുക്കും. അതായത് നമ്മൾ എന്താ പറയുക, ഈ കളിമണ്ണാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത് നനവുള്ള കളിമണ്ണാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ പാറ്റ് ചെയ്ത് അയാളുടെ ഒരു കയ്യിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ പറയുക, ഒരു ടാബ്ലറ്റാക്കി അയാൾ പരത്തിയെടുക്കും. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആ ടാബ്ലറ്റ് ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ നനവ് മാറുന്നതിന് മുന്നേ തന്നെ അയാൾ ഒരു മുളം ചീള എടുത്തിട്ട്, അതായത് എവിടെ നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് റീഡ് എന്നാണ് പറയുന്നത് കേട്ടോ. വിത്ത് ദ ഷാർപ്പ് എൻഡ് ഓഫ് എ റീഡ് കട്ട് ഒബ്ലിക്വലി ഹി വുഡ് പ്രസ് വെഡ് ഷേപ്ഡ് സൈൻസ്. ഓക്കെ, അതായത് എന്ന് പറയുമ്പോൾ മുളം ചീളാണ് മലയാളത്തിൽ. ഈ മുളത്തിൻ്റെ ഒരു ചീള, അതായത് ആ മൂർച്ച പോലെ ആക്കിയെടുക്കുന്ന ആ ഒരു കഷ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടാബ്ലറ്റിൽ അയാൾ എഴുതുകയാണ് ചെയ്യുക. എഴുതുകയല്ല, സയൻസ് ഇങ്ങനെ കൊത്തി ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ആ ഒരു എഴുത്ത് രീതിയാണ് നമ്മൾ വെഡ്ജ് ഷേപ്പ്ഡ് അഥവാ ക്യൂണിഫോം എന്നാണ് നമ്മൾ പറയുന്നത്. ക്യൂണിഫോം നമുക്ക് എപ്പോഴും ചോദിക്കുന്ന 2 മാർക്കിനും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ക്യൂണിഫോം പറ്റി എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി പഠിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ക്യൂണിഫോം എന്ന് പറയുമ്പോൾ അവരുടെ എഴുത്ത് ലിപിയാണെന്തെന്ന് പറയുന്നത് ക്യൂണിഫോം, വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ളതാണെന്ത് ക്യൂണിഫോം എന്ന് പറയുന്നത്. ആ സയൻസ്, ആ എഴുതും, ആ ലിഖിതമില്ലേ, അത് തന്നെയാണ് ക്യൂണിഫോം എന്ന് പറഞ്ഞ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് ആ മനവോടുകൂടി തന്നെ ഈ ഒരു മുളംചീല കൊണ്ട് അയാളെ സ്ക്രൈബ് എന്ന് പറയുന്ന വ്യക്തി അത് അക്ഷരങ്ങൾ കൊത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യുക, അതെ, സൂര്യൻ്റെ താഴെ വെയിലത്ത് കൊണ്ട് ഉണക്കാനായിട്ട് വെക്കും. ഓക്കെ, അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നന്നായിട്ട് ഹാർഡാവും. മീൻസ് അതായത് നന്നായിട്ട് കട്ടിയായിട്ട് ഈ ഒരു ടാബ്ലറ്റ് നന്നായിട്ട് ഉണങ്ങിയിരിക്കും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ തറയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൺകലങ്ങൾ പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ഫലകമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ കളിമണ്ണിലുണ്ടാക്കിയ ഒരു ഫലകം, ടാബ്ലറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് എഴുതാനായിട്ട് പറ്റുമായിരിക്കുമോ? ഇല്ല അല്ലേ? കാരണം മുളംചീല് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, സിമ്പിൾസൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്ന പോലെയല്ലേ നമ്മൾ ആ പിക്ചറിലൊക്കെ കണ്ടത്. അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് സാധിക്കുമായിരിക്കുമോ? ഇല്ല, അതൊരു കുഞ്ഞു ഫലകമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ ട്രാൻസാക്ഷൻസിനും, അതായത് ഓരോ ആവശ്യത്തിനും ഓരോരോ ഫലകങ്ങളാണ്, ടാബ്ലറ്റുകളാണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, 100 കണക്കിന് ടാബ്ലറ്റുകൾ പിൽക്കാലത്ത് മെസപ്പൊട്ടേമിയൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് 100 കണക്കിന് ടാബ്ലറ്റുകൾ കണ്ടെത്തിയത്? അതെ, ഓരോ ട്രാൻസാക്ഷൻസിനും അവർക്ക് ഓരോ ടാബ്ലറ്റുകൾ അവർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ച് ടാബ്ലറ്റുകളുടെ എണ്ണം അവർ കൂട്ടിക്കൊണ്ടിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യൂണിഫോമിനെ പറ്റിയിട്ട്. ഈ ലെറ്റേഴ്സിനെയാണ് നോക്കിക്കോളൂ. ദ ലെറ്റേഴ്സ് ബിക്കേം ക്യൂണിഫോം ആൻഡ് ദ ലാംഗ്വേജ് വാസ് സുമേറിയൻ എന്നാണ് പറയുന്നത്. അതായത് ലെറ്റർ, അവരെഴുതിയിരുന്ന ആ ലെറ്റേഴ്സിനെ നമ്മൾ പറയുന്ന ആ ഒരു എഴുത്ത് ലിപിയെ പറയുന്ന പേരാണ് നമ്മൾ ക്യൂണിഫോം എന്ന് പറയുന്നത്. ഈ ക്യൂണിഫോം നിങ്ങൾ PYQs എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, 2 മാർക്കിന് അടിക്കടി ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂണിഫോം നന്നായിട്ട് പഠിച്ച് വെക്കണേ. SI ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്യൂണിഫോം ഉറപ്പായിട്ടും ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂണിഫോം പഠിച്ച് വയ്ക്കുക. വെഡ്ജ് ഷേപ്പ്ഡ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂണിഫോം. അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് മെസപ്പൊട്ടേമിയക്കാരുടെ റൈറ്റിംഗ് സ്റ്റൈലാണെന്ന് പറയുന്നത് ക്യൂണിഫോം എന്ന് പറയുന്നത്. then അവർ ഏത് ഭാഷയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? സുമേറിയൻ ഭാഷയിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സുമേറിയൻ ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റൈറ്റിംഗ് എന്തിനൊക്കെ അവർ യൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു. അത് ഞാൻ ആദ്യം പറഞ്ഞു, റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു. ഓരോ ട്രാൻസാക്ഷൻസിന് റെക്കോർഡുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഡിക്ഷണറികൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ലാൻഡ് ട്രാൻസ്ഫർ, അതായത്
ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, ലീഗൽ വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈറ്റിംഗ് അവർ യൂസ് ചെയ്തു. ഞാൻ ആദ്യം എക്സാമ്പിൾ പറഞ്ഞു വന്നല്ലോ അത്. ഇനി നറേറ്റിംഗ് ദ ഡീഡ്സ് ഓഫ് ദ കിങ്സ്, അതായത് ഈ അന്നത്തെ രാജഭരണമല്ലേ, അപ്പോൾ ഈ രാജാക്കന്മാർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക വലിയ പ്രവർത്തനങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്, വലിയ സാഹസങ്ങളൊക്കെ ഒന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന പോലെ റൈറ്റിംഗ് അവർ യൂസ് ചെയ്തു. ദെൻ അനൗൺസ് ഇൻ ദ ചേഞ്ചസ് ഓഫ് എ കിങ്, അതായത് വേറെ ഒന്നുമില്ല, ഒരു രാജ്യത്ത് ഒരു രാജാവ് കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു മീൻസ് ആ മാറ്റങ്ങളൊക്കെ അവർ എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവർ റൈറ്റിംഗ് പ്രധാനമായിട്ട് യൂസ് ചെയ്ത രീതികളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ഓർത്തിരിക്കുക, റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിക്ഷണറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലാൻഡ് ട്രാൻസ്ഫേഴ്സ് ഭൂമി കൈമാറ്റങ്ങൾക്കൊക്കെ ലീഗൽ വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, രാജാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങളെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ഒരു രാജ്യത്ത് ഒരു രാജാവ് കൊണ്ടുവരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്ത് രീതി അവർ ഉപയോഗിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ എഴുതേണ്ട സബ് ടോപ്പിക്കാണ്, ഈ ഒരു എസ്സേ ചോദിക്കുമ്പോൾ കൂടെ എഴുതേണ്ട സബ് ടോപ്പിക്കാണ് ദ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആ റൈറ്റിങ്ങിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യൂണിഫോമിലാണ് അവർ എഴുതുന്നത്, സുമേറിയൻ ഭാഷയാണ്, അത് ഓൾറെഡി പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, വേറെ ഒന്നുമില്ല, ഈ ക്യൂണിഫോം ലിപിയിലാണ് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ റൈറ്റിംഗ് സ്റ്റൈലാണ് ക്യൂണിഫോം. അപ്പോൾ ഈ ക്യൂണിഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അത് എന്താ പറയാവോ, വേറെ ഒന്നുമില്ല, അത് സിലബിൾസിനെ പോലെയായിരുന്നു. ഇത് സിലബിൾസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സിലബിൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം വേർഡ് എന്താണെന്ന് പറയുക മാത്രകൾ എന്നാണ്. അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേർഡ് പറയുകയാണ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ് എന്ന് പറയുന്നത് ഒരു സിലബിളായിട്ടും, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വേറൊരു സിലബിളായിട്ടും, ഫുൾ എന്ന് പറയുന്നത് വേറൊരു സിലബിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓരോരോ മാത്രകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സിലബിൾസ് ആണ് എന്നാണ് ക്യൂണിഫോം സൈൻ ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം നമ്മളവിടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മെസൊപ്പൊട്ടേമിയൻ സ്ക്രൈബാണല്ലോ ഈ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സൈൻസ് ആൻഡ് സിമ്പിൾസിൻ്റെ ഫോമിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ, ഒരു വരി അവർക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസ് അവർക്ക് എഴുതണമെങ്കിൽ 100 കണക്കിന് ഈ പറയുന്ന പോലെ സയൻസ് ആൻഡ് സിമ്പിൾസ് അവർക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു സ്ക്രൈബിന്. ഒരു വരിയോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് നിറച്ച് എഴുതണമെങ്കിൽ തന്നെ അവർക്ക് കുറേ അധികം കണക്കിലധികം അവർക്ക് സിമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇപ്പോൾ കുറേ അധികം സിമ്പിൾസ് ചേരുമ്പോഴായിരിക്കാം, മീൻസ് ഈ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളൊക്കെ ആയിരിക്കാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം അടയാളങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഒരു വാക്കായി മാറുന്നത് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിപ്പോൾ ഒന്ന് നോക്കുമോ, ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ റീഡ് എന്ന് പറയുകയാണ്. അപ്പോൾ റീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 അക്ഷരങ്ങൾ ചേർന്നാലാണ് റീഡ് ആവുന്നത്, ആ ഒരു കംപ്ലീറ്റ് വേർഡ് ആവുന്നത് ആണല്ലോ അല്ലേ? അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എത്രയോ സിമ്പിൾസ് ചേരുമ്പോഴായിരുന്നു ഈ പറയുന്ന പോലെ ഒരു വേർഡ്, ഒരു വാക്കായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, ഈ എഴുതുന്ന ആൾ അഥവാ സ്ക്രൈബിന് ഒരുപാട് സിമ്പിൾസ് പഠിച്ചു വെക്കേണ്ടി വന്നു മുൻകൂട്ടിയായിട്ട്, എങ്കിലല്ലേ അയാൾക്ക് ടാബ്ലറ്റ് സൂപ്പറായിട്ട് എഴുതാൻ പറ്റൂ. അതുമാത്രമല്ല, ഈ ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു ഉണങ്ങുന്നതിന് മുന്നേ തന്നെ, ഈ ടാബ്ലറ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ടാബ്ലറ്റിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതി തീർത്തോണം അല്ലേ? ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുതാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് നിമിഷം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു സമയത്ത് ഇത്രയും സിമ്പിൾസൊക്കെ ഓർത്ത് അങ്ങനെ ആ ഒരു ടാബ്ലറ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക, അതൊരു വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അതാണ് പറയുന്നത്, സ്കിൽഡ് ക്രാഫ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ റൈറ്റിംഗ് എഴുത്ത് രീതി എന്ന് പറയുന്നത് അത്രയും സ്കിൽസും ടാലൻസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന പണിയായിരുന്നു. അതാണ് ആ ഒരു റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്ന ഒരു കാര്യം. ആണല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മുടെ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത് അവിടെ, അതായത് ഒരു സ്ക്രൈബിന് ഈ പറയുന്ന പോലെ ഒരു ടാബ്ലറ്റ് എഴുതണമെങ്കിൽ 100 കണക്കിന് സയൻസ് ആൻഡ് സിമ്പിൾസും കാര്യങ്ങളൊക്കെ അടയാളങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഈ ലിറ്ററസി എന്ന് പറയുന്നൊരു ടോപ്പിക്കും ഇതിനകത്ത് വരുന്നതാണ്. എവിടെ പറയുന്ന കാര്യം ഇത് തന്നെയാണ്, വേറൊന്നുമില്ല, നമ്മുടെ മെസൊപ്പൊട്ടേമിയയിലുള്ള രാജാക്കന്മാരിൽ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ എഴുത്ത് രീതി പഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് പറയുമ്പോൾ ലിറ്ററസി എന്ന് പറയുമ്പോൾ സാക്ഷരതയാണല്ലോ, അതായത് അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിവുണ്ടെങ്കിൽ, അതായത് ക്യൂണിഫോം ലിപിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ രാജാവിൻ്റെ വലിയൊരു അസറ്റായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് വലിയൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു യുദ്ധത്തിലൊക്കെ വിജയിച്ച് ഒരു വലിയ പ്രദേശമൊക്കെ കീഴടക്കി കഴിഞ്ഞാൽ അത് വലിയൊരു സാഹസ പ്രവൃത്തിയായിട്ട് കണക്കാക്കില്ലേ, ലൈക്ക് ദാറ്റ്. അതുപോലെ ഇയാൾക്ക് ഈ ഒരു ലിറ്ററസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജാവിന് എന്തോ വലിയ
വലിയൊരു കാര്യം സമ്പാദിച്ചു എന്നുള്ള മട്ടിൽ ജനങ്ങൾ കണ്ടിരുന്നു. അതായത് അത്രയും വലിയൊരു സമ്പത്തായിട്ട് രാജാക്കന്മാർ കരുതി പോന്നിരുന്നു ഈ ഒരു ലിറ്ററസി എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ ലിറ്ററസി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ക്രാഫ്റ്റാണ്. അതായത് അത്യാവശ്യം സ്കിൽസൊക്കെ ഉണ്ടെങ്കിലേ അപ്പം പഠിക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രാജാവ് അത് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് അവരത് എന്ത് ചെയ്തു, കരുതി പോന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് ഈ ലിറ്ററസി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു എസ്സേയുടെ കൂടെ ചേർക്കേണ്ട മറ്റൊരു സബ് ടോപ്പിക്കാണ് ദ യൂസസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ഇഷ്ടമില്ലാത്തവരും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കേട്ടേ പറ്റൂ. ഒരു കഥയുണ്ട്, വേറെ ഒന്നുമല്ലടെ. നമ്മൾ ഈ കഥ നടക്കുന്നത് പണ്ട് എവിടെ, മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന ഒരു പട്ടണത്തിലാണ്. ഉറൂക്ക് എന്നാണ് ആ ഒരു പട്ടണത്തിൻ്റെ പേര്. ഒരു സിറ്റിയാണ് കേട്ടോ ഉറൂക്ക് എന്ന് പറയുന്നത്. ഈ ഉറൂക്കിൻ്റെ മറ്റൊരു പേരാണ് ദ സിറ്റി എന്ന് പറയുമ്പോൾ ഉറൂക്കിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു ടേമാണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ദ സിറ്റി എന്നാണ് സിംപ്ലി അതിനെ പറയുന്നൊരു മറ്റൊരു പദപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വേണ്ടി ചോദിക്കാം. എന്തായാലും നമ്മുടെ കഥയിലോട്ട് തിരിച്ചു വരാം. ഉറൂക്ക് എന്ന് പറയുന്ന പട്ടണത്തിലെ ഭരണാധികാരിയായിരുന്നു എൻമാർക്കർ എന്ന് പറയുന്നത്. എൻമാർക്കർ ഉറൂക്കിലെ രാജാവാണ്, ഭരണാധികാരിയാണ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? എൻമാർക്കറിന് കുറച്ച് സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതായത് എൻമാർക്കറിൻ്റെ രാജ്യത്ത് നല്ലൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മോടി പിടിപ്പിക്കാൻ വേണ്ടി, കൂടുതൽ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ലാപ്പിസ് ലസൂലിയും അതുപോലെ തന്നെ പ്രഷ്യസ് മെറ്റൽസും ഉണ്ട്. ഈ ലാപ്പിസ് ലസൂലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കറക്റ്റ് മലയാളം ഇവിടെ പറയാൻ എനിക്കറിയത്തില്ല. ഈ ഇന്ദ്രഗോപക്കല്ലോ അങ്ങനെ എന്തോ നല്ല വിലപിടിപ്പുള്ള എന്തോ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു കല്ലാണ്. അത്രയേ ഉള്ളൂ ലാപ്പിസ് ലസൂലി. അത്രയും നമ്മൾ ഈ വജ്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഇന്ദ്രഗോപക്കല്ലോ അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ മലയാളം വേർഡ്. അതിപ്പോഴും നമുക്ക് അറിയണ്ടല്ലോ. ലാപ്പിസ് ലസൂലിയും അതുപോലെ തന്നെ കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, ലോഹങ്ങളും അദ്ദേഹത്തിന് ആവശ്യമാണ്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഈ ഗോൾഡ്, അതുപോലെ തന്നെ ചെമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറച്ച് വസ്തുക്കൾ നമ്മുടെ എൻമാർക്കറിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എൻമാർക്കർ എന്ത് ചെയ്തു, തൻ്റെ ദൂതനെ അരാട്ട എന്ന് പറയുന്ന മറ്റൊരു പട്ടണത്തിൽ അവിടുത്തെ രാജാവിൻ്റെ പക്കൽ അയക്കുകയാണ്. അതായത് എൻമാർക്കർ വിചാരിച്ചു തൻ്റെ മെസ്സഞ്ചർ എന്ന് വെച്ചാൽ ദൂതനാണ് കേട്ടോ. അപ്പോൾ മെസ്സഞ്ചർ പോയി ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അരാട്ടയിലെ രാജാവ് തിരിച്ചിങ്ങ് കൊടുത്തയക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാവൻ ദൂതൻ കൊട്ടാരത്തിൽ നിന്ന് യാത്ര തിരിച്ചു, എൻമാർക്കറിൻ്റെ അടുത്ത് നിന്ന് യാത്ര തിരിച്ച് അങ്ങനെ കുറേ, ഇത് ഭയങ്കര വിദൂര സ്ഥലമാണ്. അപ്പോൾ ദൂരെ കുറേ യാത്ര ചെയ്ത് കുറേ ഹാർഡ്ഷിപ്സൊക്കെ അനുഭവിച്ച് യാത്ര ചെയ്ത് അവസാനം വലിയൊരു തരത്തിന് അരാട്ടയിലെത്തുന്നുണ്ട്. അപ്പോൾ അരാട്ടയിലെ രാജാവ് പറഞ്ഞു, പോണെങ്കിപ്പോൾ ഞാൻ തരമാട്ടെ എന്ന് പറഞ്ഞു. അരാട്ടയിലുള്ള രാജാവ് എനിക്ക് അങ്ങനെ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പാവൻ ദൂതൻ വീണ്ടും തിരിച്ച് അങ്ങനെ ദൂരം താണ്ടി നമ്മുടെ വീണ്ടും എൻമാർക്കറിൻ്റെ അടുത്തെത്തുന്നു. എൻമാർക്കർ പറഞ്ഞു, പോയി വാങ്ങിയിട്ട് വാടാമെന്ന് പറഞ്ഞു. വീണ്ടും പോകാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ വീണ്ടും പാവം നമ്മുടെ ദൂതൻ വീണ്ടും അങ്ങനെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ച് എന്ത് ചെയ്യാണ്, അരാട്ടയിലോട്ട് എത്തിച്ചേരുകയാണ് അല്ലേ. അപ്പോൾ അരാട്ടയിൽ പോയപ്പോൾ വീണ്ടും അരാട്ടയിലെ രാജാവ് പറഞ്ഞു തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ ദൂതൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോൾ അവസാനം എൻമാർക്കറിന് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഓക്കെ, പാവം ദൂതനല്ലേ, ദൂതൻ്റെ കാര്യമാണ് കഷ്ടമായിപ്പോയി. ഓക്കെ, എന്തായാലും എൻമാർക്കറിന് അങ്ങനെ തോന്നിയിട്ട് എൻമാർക്കറിന് ഒരു ഐഡിയ ഉപയോഗിച്ചു. വേറെ ഒന്നുമില്ല, എൻമാർക്കർ ഒരു ടാബ്ലറ്റിൽ അയാൾക്ക് ആവശ്യമുള്ള സംഭവം എന്താണോ, കാര്യം എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി അങ്ങ് അയച്ചു കൊടുത്തു. മനസ്സിലായോ? എഴുതി ദൂതൻ്റെ കയ്യിൽ വീണ്ടും കൊടുത്തയച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഈ എഴുത്ത് ടാബ്ലറ്റും കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മെസ്സഞ്ചർ വീണ്ടും എൻമാർക്കറിൻ്റെ അടുത്ത് നിന്ന് അരാട്ടയിലോട്ട് എത്തുന്നുണ്ട്. അരാട്ട ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അരാട്ടയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു എഴുത്ത് രീതിയെ പറ്റിയിട്ടൊന്നും അരാട്ടയിലെ രാജാവിന് പ്രത്യേകിച്ചൊരു വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് അതിശയായിപ്പോയി. എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇന്ന് എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഐഡിയാസൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ അയാൾക്ക് ഭയങ്കരമായിട്ട് അയാൾ പുരുകം ചുളിച്ചു പോയെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഭയങ്കരമായിട്ട് അതിശയിച്ച് പോയെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ഈ എഴുത്ത് രീതി എന്താണെന്നറിയാമോ, ഈ പറയുന്ന പോലെ എഴുത്ത് രീതി കൊണ്ട് എന്താണ് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്താനും ഇങ്ങനെ ചില ഉപയോഗങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കണ്ടോ, എവിടെ പറയുന്നുണ്ട്, ദിസ് പോയിന്റ് ഓൾസോ ടെൽസ് us that besides being a means of storing information and of sending messages afar, writing was seen as a sign of the superiority of Mesopotamian urban culture. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് മെസപ്പൊട്ടേമിയയുടെ നഗര സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക മേജർ സൈനായിട്ട് കൂടി ഈ ഒരു കാര്യത്തെ കണക്കാക്കുന്നുണ്ട്, എഴുത്ത് രീതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എഴുത്ത് രീതി കൊണ്ട് ഇങ്ങനെ എന്താ പറയുക അവർക്ക് അതിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കഥയൊക്കെ ഇവിടെ പഠിച്ചത്. ഞാൻ ഈ കഥ ഭയങ്കര ഒരു ഇതായിട്ട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ സീരിയസ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉറൂക്കിലെ ഭരണാധികാരി എൻമാർക്കർ, ആ മെസ്സഞ്ചറിൻ്റെ കാര്യം, അരാട്ടയിലെ ചീഫിൻ്റെ കാര്യവും, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക്
എന്താണെന്നറിയാവോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോഴായിരിക്കും ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്യൂണിഫോമിനെ പറ്റി പറഞ്ഞു അല്ലേ, പിന്നെ ദ സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ആ റൈറ്റിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ, പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു യൂസസ് ഓഫ് റൈറ്റിങ്ങും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പിന്നെ അതുമാത്രമേ നമ്മൾ ലിറ്ററസിയും പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും സബ് ടോപ്പിക്സും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം ചേർത്ത് നിങ്ങൾ എഴുതുമ്പോഴായിരിക്കും, ഇന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് 8 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാവുന്നത് കേട്ടോ. നമ്മളെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.